ഹലോ നമസ്കാരം, ഞാൻ ജയകൃഷ്ണൻ JK വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു സൈക്കിളിൻ്റെ ടയർ മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പം എൻ്റെ സുഹൃത്ത് ജോവിനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോവിൻ്റെ സൈക്കിളാണ് നമ്മളിന്ന് ശരിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിപ്പം നേരെ സൈക്കിൾ എടുത്തുകൊണ്ട് ഇനിയും സൈക്കിൾ ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോട്ട് പോകാം. ഇതാണ് ഞാൻ പഠിച്ച സ്കൂളാണ്, CMS ഹയർ സെക്കൻഡറി സ്കൂള്, മല്ലപ്പള്ളി CMSൻ്റെ സ്കൂളാണ് ഈ കാണുന്നത്. ജോബിനൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സൈക്കിള് ജോബിൻ്റെ അമ്മ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനിയും പുള്ളിയുടെ അമ്മ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് സൈക്കിൾ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ജോബിൻ്റെ വീട്ടിലിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ വീട്ടിൽ വന്നു സൈക്കിൾ എടുക്കാൻ വേണ്ടി ജോയിനോട് വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ സൈക്കിള്. ആശാനിച്ചിട്ട് വണ്ണം കൂടുതലായതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി സൈക്കിളുമായിട്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി മേടിച്ച സൈക്കിളാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് വീൽ എന്തോ ഒരു ഇരുന്നിരുന്ന് അങ്ങനെ പോയതാണ്. അപ്പോൾ അത് കാരണം ഈ ഫ്രണ്ട് വീല് മാറാൻ വേണ്ടി നമ്മൾ പോവാം. ജോനെ ഇപ്പം നേരെ പോയാലോ? ഓക്കെ, നമ്മൾ സൈക്കിൾ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവാം. അങ്ങനെ ജോബൻ സൈക്കിള് കാറിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഉള്ളിൽ കയറ്റിയിട്ട് കെട്ടി വെക്കുവാണ്. ജോനെ ദൂരെ താഴെ പോവും. അപ്പോൾ ഞങ്ങളിവിടെ ഇനി ഇതുകൊണ്ട് ഇനിയും പോവാണ് സൈക്കിൾ ശരിയാക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ മല്ലപ്പള്ളി പാലം നമ്മളിപ്പോൾ കയറാൻ പോവാണ്. ഇതാണ് മല്ലപ്പള്ളി പാലം. നമ്മുടെ അവിടെ ക്ഷേത്രം കാണാം, മല്ലപ്പള്ളി തിരുമാലട മഹാദേവ ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ മല്ലപ്പള്ളി കറുകച്ചാലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മല്ലപ്പള്ളി ടൗൺ എത്തി. ജോവിന് ഈ കൊറോണ ആയിട്ട് നല്ല തിരക്കാണല്ലോ ജോവിന്. കൊറോണയൊക്കെ പോയി. മല്ലപ്പള്ളിയിലെ കൊറോണ പോയി. മല്ലപ്പള്ളിയിലെ കൊറോണ പോയെന്നാണ് ജോവൻ പറയുന്നത്. അങ്ങനെ മല്ലപ്പള്ളി വൺ വേ തിരിഞ്ഞ് ഞങ്ങളിതാ കറുകച്ചാലിലേക്ക് സൈക്കിൾ ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു മനസ്സും അല്ലേ? പൈസ ഒത്തിരി ഉണ്ടല്ലോ, കുഴപ്പമില്ല. സ്പോൺസർ ജോവും പറയുന്നത് ജോവിന്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ട്. ആ പൈസ പുള്ളി മുതലാക്കാൻ വേണ്ടി സൈക്കിള് മേടിച്ചു. ഇനി അതിന് കംപ്ലൈന്റ് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മല്ലപ്പള്ളി. നിങ്ങൾക്കറിയാം, സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും മല്ലപ്പള്ളി എന്താണെന്ന്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ വീഡിയോ കണ്ടന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അല്ല ബ്രോ, അപ്പോൾ ഈ കോഴിക്കോടുള്ളവരും അവർക്കും കാണാം, സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കാണാമല്ലോ. അപ്പം നമ്മളിപ്പം നെടുങ്ങാടപ്പള്ളി വന്നിരിക്കുകയാണ്. നെടുങ്ങാടപ്പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. കാരണം പത്തനംതിട്ട കോട്ടയം ഡിസ്ട്രിക്ട് ബോർഡറാണിത്, നെടുങ്ങാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. ഇത് ഇപ്പം നമ്മളിപ്പം ഇനിയും പത്തനംതിട്ടയിൽ നിന്ന് കോട്ടയത്തിലോട്ട് കയറി. ഇതിപ്പോൾ ഇനിയും കോട്ടയം ബോർഡറിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ജസ്റ്റ് ബാക്ക് പത്തനംതിട്ടയാണ്. അടിലോറിയൊക്കെ. അങ്ങനെ നമ്മൾ കറുകച്ചാലിലെത്തിയിരിക്കുകയാണ്. കറുകച്ചാൽ ടൗണിലോട്ട് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കറുകച്ചാൽ ടൗണിലെത്തി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ പുറകിലുള്ളതാണ് കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ. നമ്മൾ നേരെ സിഗ്നലിൻ്റെ അവിടെ വന്നിട്ട് കോട്ടയം റൂട്ട് പോകുന്നില്ല, നേരെ കാണുന്ന കോട്ടയം റൂട്ടാണ്. നമ്മൾ റൈറ്റ് തിരിഞ്ഞ് മണിമല റൂട്ടിലേക്ക് തിരിഞ്ഞു. ഭയങ്കര ബ്ലോക്കാണല്ലോ ജോന്.
ബ്ലോക്കിൽ നിന്ന് ഓണടിക്കേ ധൃതിക്കാരുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അപ്പോൾ ഇവിടെ എവിടെയാണ് കട? അപ്പോൾ നമുക്ക് നേരെ കടയുടെ അങ്ങോട്ട് പോകാം. ഏത് റൈറ്റ് സൈഡിലാണ് കട? അവരുടെ കട സൈക്കിൾ കട ഇതാണ്. ഇത് ഓ ഇതാണ് വലിയ പറമ്പിൽ. വലിയ പറമ്പിൽ. ഇതാണ് സൈക്കിൾ കട, വലിയ പറമ്പിൽ. ഓക്കെ 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 ഓക്കെ. ഇതെല്ലാം നമ്മുടെ സർവീസിന് വന്ന സൈക്കിളാണ് ഇവിടെ. ഈ സൈക്കിൾ ഷോപ്പിൻ്റെ പേര് വലിയ പറമ്പിൽ നിന്നാണ്. വലിയ പറമ്പിൽ നിന്നാണ് സൈക്കിൾ ഷോപ്പിൻ്റെ പേര്. ഇതെല്ലാം സർവീസിന് സൈക്കിൾസ്. ഇവിടെ ഇരിക്കുന്ന നല്ല മൊത്തം സൈക്കിളാണ് കേട്ടോ. പല റേഞ്ചുകളുടെ സൈക്കിളാണ് ഇവിടെ ഇരിക്കുന്നത് മൊത്തം. ഒരു റൈറ്റ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ടയറിൻ്റെ ഒക്കെ വലുപ്പം കണ്ടോ, എന്നെയാ വലുപ്പം തന്നെ. അങ്ങനെ ഒരു കുട്ടിയുടെ സ്വപ്നമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു സ്വപ്നം, എനിക്ക് സ്വന്തമായിട്ടൊരു സൈക്കിൾ മേടിക്കുന്ന കാര്യം പറയുന്നു. ഞാൻ ആ പോയിന് ഒരു സൈക്കിളിൻ്റെ ഉടമയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് റോയി. ആ, നമ്മുടെ കടയുടെ പേര് വലിയ പറമ്പ് സൈക്കിൾസ് കറുകച്ചാൽ. ഓക്കെ. കറുകച്ചാലിൽ നമുക്ക് നമ്മളൊരു ഹെർക്കുലീസിൻ്റെയും ഹീറോയുടെയും പിന്നെ കോസ്മിക്ക്, ഫ്രോഗ്, ഫയർഫോക്സ് ഇതിൻ്റെ എല്ലാം ഡീലറാണ്. ഓക്കെ. നമ്മൾ കുറേ 6-7 കമ്പനികളിലെ ഡീലറാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ഗിയർ മോഡൽസും എല്ലാം അവൈലബിൾ ആണ്. ഏത് മോഡലും ഏറ്റവും റീസണബിൾ റേറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്? പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്. ഏറ്റവും റീസണബിൾ റേറ്റാണ് നമുക്ക് ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സൈക്കിൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു വർഷം നല്ല രീതിയിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം എത്ര വർഷമായിട്ട് ഷോപ്പ് തുടങ്ങിയത്? ഈ ഷോപ്പ് ഞാനായിട്ട് ഇവിടെ കറുകച്ചാലിൽ ഞാനായിട്ട് തുടങ്ങിയത്. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാനായിട്ട് ഇവിടെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് തന്നെ 21 വർഷമായി. 21 വർഷമായി. അപ്പം ഷോപ്പിൻ്റെ പേര് വലിയ പറമ്പിൽ. വലിയ പറമ്പിൽ സൈക്കിൾസ്. ഓക്കെ, ശരി ഏട്ടാ, താങ്ക് യു. എന്നാൽ ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ നമ്മുടെ സൈക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിൾ ഓട്ടിക്കൊണ്ട് പോവുകയാണ്. സൈക്കിളിൻ്റെ ടയറും അതിൻ്റെ പണികളൊക്കെ ഏകദേശം ഇവിടെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് കാണിക്കാം. അപ്പോൾ നമ്മൾ മാറിയ ടയറാണിത്. പിന്നെ നമ്മൾ ടയർ മാറി, പിന്നെ ഇതിൻ്റെ ബ്രേക്ക് കേബിള്, പിന്നെ നമ്മൾ ബ്രേക്ക് കട്ടർ മേടിച്ചു. ഇത് ഫൈബറിൻ്റെയാണ്, പക്ഷേ ഇത് അത്ര ക്വാളിറ്റി ഇല്ല. കാരണം വെച്ചാൽ ഇത് ഒരു പിടുത്തത്തിൽ തന്നെ ഇത്ര ഇളകി പോരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് അത്ര താല്പര്യമായില്ല. ഫൈബറിൻ്റെ ബ്രേക്ക് കട്ടർ അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയാനാ, കൊള്ളാം, നല്ല ടയറാണ്. ഏകദേശം ഒരു എല്ലാം കൂടെ ഒരു 500 താഴെ ആയിട്ടുള്ളൂ നമുക്ക് ബില്ലായിട്ടുള്ളൂ. നമ്മളതിൽ കൂടുതലാണ് പ്രതീക്ഷ. എന്തായാലും റോയിച്ചേൻ്റെ കടയിൽ എല്ലാവരും പോവാം. എന്ന് വെച്ചാൽ അവിടെ നല്ല സാധനങ്ങളൊക്കെ കിട്ടും. നല്ല നല്ല സൈക്കിളൊക്കെ ഉണ്ട്. പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ ഏതായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. സൈക്കിൾ മേടിക്കാൻ താല്പര്യമുള്ളവർ എന്താ വെച്ചാൽ വലിയ പറമ്പിൽ സൈക്കിൾസ് ചെന്ന് കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടൊക്കെ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അടുത്ത വട്ടം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.